നമ്മളുടെയൊക്കെ ഒരു ന്യൂനതയാണ്, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഒരു പോരായ്മയാണ്. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞത്, അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അതിലെന്ത് കാര്യം? അതിലൊരു കാര്യവും ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക? നന്മ പ്രവർത്തിക്കുക കേട്ടോ. നന്മ പ്രവർത്തിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തെറ്റായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശത്രു ആരാണ്? അപ്പം നിങ്ങളുടെ ശത്രു ആരാണ്? നിങ്ങളുടെ ശത്രു നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? അവരാണ്, ഇവരാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇവരാരുമല്ല. നമ്മളുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മളുടെ യഥാർത്ഥ ശത്രു. നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മളുടെ ശത്രു. അതുപോലെ തന്നെ നമ്മളുടെ അകാരണമായ ഭയം, നമ്മളുടെ മനസ്സിലുള്ള അകാരണമായ ഭയം, ഇതൊക്കെ എന്താണ്? നമ്മളുടെ ശത്രുക്കളാണ് നമ്മളുടെ മനസ്സിനെ. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള അലസത എന്താണ്? അലസത നമ്മളുടെ ഒരു ശത്രുവാണ്. അലസത, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഭയം, അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെ എന്താണ്? നമ്മളുടെ ശത്രുക്കളാണ് കേട്ടോ. അല്ലാതെ അവരോ ഇവരോ ഒക്കെ നമ്മുടെ ശത്രുക്കളാണോ? അവരാരും നമ്മളുടെ ശത്രുക്കളല്ല. നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി നമ്മളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ എന്ത് ചെയ്യുക? നിറയ്ക്കുക. മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക കേട്ടോ. നല്ല ചിന്തകൾക്ക് നമ്മളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കുക. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക. ജീവിതം എന്താവും? വേറെ ലെവലാവും. നമ്മുടെ ജീവിത രീതികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതം വേറെ ലെവലാവും കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിൽ എൻ്റെയൊക്കെ ജീവിതം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വേറെ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഈ ജീവിതത്തിലെ ജീവിതത്തിലുള്ള പരാജയങ്ങളിൽ നമ്മൾ എന്താകരുത്? പതറിപ്പോകാതെ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ആത്മധൈര്യത്തോടെ മുന്നേറുക. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ മനസ്സിലുള്ള ഭയത്തെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിൽ ഭയം വേര് പിടിക്കുവാൻ പാടില്ല. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഭയം വേര് പിടിക്കുവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതി നമ്മൾ ചെറിയ ഒരു തെറ്റ് പോലും, മൈന്യൂട്ടായ ഒരു തെറ്റ് പോലും ചെയ്യാൻ പാടില്ല. മൈന്യൂട്ടായ ഒരു ചെറിയ തെറ്റിന് പോലും നിങ്ങളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുവാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യുവാനോ തെറ്റിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനോ പാടില്ല. നല്ല ചിന്താഗതികൾ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതിനെയും കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ആവശ്യമില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, ഞാനിതൊരു ഫ്രണ്ട്ലി ടാക്ക് പോലെ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പൊതുവെ കേരളത്തിൽ ഒരു സ്ഥലത്തല്ല, എല്ലായിടത്തുള്ള അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വ്യക്തി ജോലി കഴിഞ്ഞ് സ്വന്തം ദേശത്ത് തിരിച്ചെത്തിയാൽ അവർ ചോദിക്കും, അദ്ദേഹം ഗൾഫുകാരനാകാം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വന്നതാകാം. പക്ഷേ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഉടനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്ത് പറയും? എന്താ ചോദിക്കുന്നത്? ആദ്യം ചോദിക്കും എന്നാ വന്നതെന്ന് ചോദിക്കും. പിന്നെ നെക്സ്റ്റ് ചോദ്യം എന്താ അറിയാമോ? പിന്നെ എന്തെങ്കിലും ചോദിക്കുക, എത്ര ദിവസം, പിന്നെ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇനി എന്നാ പോണേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ നാട്ടിൻ പുറത്തെ ഒരു ശൈലിയാണ്. നമ്മൾ അതൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റേതായ സെൻസിലെടുക്കുക, അത്രയേ ഉള്ളൂ. അന്നേരം അദ്ദേഹം അങ്ങനെ ചോദിച്ചു ഉടനെ വഴക്കിടുന്നതല്ല, ബെറ്ററായ ഒരു വേ അല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഇടയ്ക്കൊക്കെ സ്വന്തം നാട്ടിലേക്ക് വരാറുണ്ടല്ലോ. സ്വന്തം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ പൊതുവെയുള്ള അവസ്ഥ പറഞ്ഞാൽ, അപ്പോൾ എന്ത് ചെയ്യും? നാട്ടുകാരെന്ത് ചോദിക്കും? ആദ്യം ചോദിക്കും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കും ഇന്നങ്ങ് പോവുമല്ലയോ? രണ്ടാമത്തെ ചോദ്യം പറയാം, ഇന്നങ്ങ് പോകും അല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ നാട്ടിൻപുറത്തെ കോമണായ ഒരു സംഭവം, ഒരു ശൈലിയാണ് കേട്ടോ. ഇതൊന്നും ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ വഴക്കിടാനോ ഒന്നും പാടില്ല. അതിനെയൊക്കെ അതിൻ്റെ സെൻസിലെടുക്കുക, അത്രയേ ഉള്ളൂ.
നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, എന്ത് ചെയ്യുക, ജീവിതത്തിൽ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അല്ല മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം എപ്പോഴും നിങ്ങളോട് പറയുവാണ്, നമ്മൾ നന്മയുടെ പാതയിൽ ജീവിക്കുക, നന്മയുടെ പാതയിൽ ജീവിക്കുക. നന്മ വിട്ട് തിന്മയിലേക്ക് പോകുന്നതിനോടൊന്നില്ല എനിക്ക് യോജിപ്പില്ല കേട്ടോ. നന്മ വിട്ട് തിന്മയിലോട്ട് പോയാൽ എന്ത് ചെയ്യും, ആ ജീവിതം ടോട്ടലി എന്ത് ചെയ്യും, അത് പതിച്ചു. 2025 മാർച്ച് 30